സോ ഹേ ഗൈസ്, ഞാൻ സാംസങ് ഗാലക്സി S24 FE ആണ് മേടിക്കാൻ ഉദ്ദേശിച്ചത്. അതിൻ്റെ വില കുറഞ്ഞപ്പോൾ 50,000 സംതിങ് ആയിരുന്നു. അതിൻ്റെ വില കുറഞ്ഞിട്ട് 34,000 സാംസങ് ഗാലക്സി S24 FEയുടെ 8GB റാം 128GB സ്റ്റോറേജുള്ള വേരിയൻറ്റ് 34,000 കിട്ടിയിരുന്നു. പക്ഷേ ആ സമയത്താണ് മോട്ടറോള എഡ്ജ് 60 Pro ഇറങ്ങിയത്. അപ്പോൾ ഞാൻ രണ്ടും കൂടി കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് പേഴ്സണലി മോട്ടറോള എഡ്ജ് 60 Pro ആണ് കുറച്ചും കൂടി വാല്യൂ ഫോർ മണിയായി തോന്നിയത്. S24 FE നല്ല ഫോൺ തന്നെയാണ്, പക്ഷേ അതിൽ എക്സിനോസിൻ്റെ പ്രോസസ്സറാണ്. പിന്നെ 34,000 നമുക്ക് 128GB UFS 3.1 സ്റ്റോറേജാണ് കിട്ടുന്നത്. വേറാസ് ഇൻ മോട്ടറോള എഡ്ജ് 60 Pro നമ്മൾക്ക് UFS 4.0 സ്റ്റോറേജാണ് കിട്ടുന്നത്. പിന്നെ ബേസ് വേരിയൻറ്റ് നമുക്ക് 256GB സ്റ്റോറേജാണ് കിട്ടുന്നത്. അതേ സമയത്ത് നമുക്ക് റാം 8GB ആണ് കിട്ടുന്നത്, വിച്ച് ഈസ് LPDDR5X റാം ആണ്. അപ്പോൾ അത്യാവശ്യം സ്പെസിഫിക്കേഷൻ നോക്കുമ്പോൾ നമ്മുടെ മോട്ടറോള എഡ്ജ് 60 Pro ആണ് കുറച്ചും കൂടി നല്ലത്. പക്ഷേ പ്രൊസസ്സർ സാംസങ് ഗാലക്സി S24 FEയിലാണ് കുറച്ചും കൂടി പവർഫുൾ. പക്ഷേ പ്രോസസ്സിങ് പവറിനെ പറ്റിയിട്ട് ഞാൻ പറയാം വീഡിയോയിൽ. പക്ഷേ അതിൻ്റെ മുമ്പേ നിങ്ങൾ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ മാത്രം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഞാൻ സാംസങ് ഗാലക്സി S24 FE ആയിട്ട് കമ്പയർ ചെയ്യേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ പ്രൈസ് റേഞ്ച് കുറച്ച് സിമിലറാണ്, അതുകൊണ്ടാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും ഞാൻ സാംസങ് ഗാലക്സി S24 FE യൂസ് ചെയ്തിട്ടുണ്ടോയെന്ന്. യൂസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കസിന് ഞാൻ തന്നെയാണ് റെക്കമെൻഡ് ചെയ്തത്. സാംസങ് ഗാലക്സി S24 FE 34,000 വന്നപ്പോൾ മേടിക്കാൻ ഞാൻ തന്നെയാണ് റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ ഈ മോട്ടറോള എഡ്ജ് 60 Pro ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ്റെ ഫോൺ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പിന്നെ One UI 6.1 അവൻ മേടിച്ചത്. One UI 7 അപ്ഡേറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ക്യാമറ ക്വാളിറ്റി നന്നായിട്ട് ഡൗൺഗ്രേഡ് ആയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടൊക്കെ ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആദ്യം നമുക്ക് ഡിസ്പ്ലേനെ പറ്റി നോക്കാം. ഡിസ്പ്ലേനെ പറ്റി നോക്കാന്ന് വെച്ചാൽ സാംസങ് ഗാലക്സി S24 FEയിൽ നമുക്ക് ഫ്ലാറ്റ് സ്ക്രീനാണ് കിട്ടുന്നത്. അതേ സമയത്ത് നമുക്ക് മോട്ടറോള എഡ്ജ് 60 Proയിൽ നമുക്ക് കർവ്ഡ് സ്ക്രീനാണ് കിട്ടുന്നത്. അപ്പോൾ സാംസങ് ഗാലക്സി S24 FEയിൽ കുറച്ച് തിക്കായ ബെസൽസ് ഉണ്ട്. പക്ഷേ ഇവിടെ കർവ്ഡ് ആയ സ്ക്രീൻ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ബെസൽസ് അധികം കാണാൻ കിട്ടില്ല. അപ്പോൾ കാണുമ്പോൾ കുറച്ചുകൂടി ലുക്ക് കാണാൻ കിട്ടുന്നത് മോട്ടറോള എഡ്ജ് 60 Proയുടെ ഡിസ്പ്ലേ ആണ്. കാണുമ്പോൾ കുറച്ചുകൂടി ലുക്ക്. പക്ഷേ കുറേ പേർക്ക് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആവും ഇഷ്ടപ്പെട്ടുണ്ടാവുക, കുറേ പേർക്ക് കർവ്ഡ് ഡിസ്പ്ലേ ആവും ഇഷ്ടപ്പെട്ടുണ്ടാവും. അവിടെ പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ ഈ മോട്ടറോള എഡ്ജ് 60 Proൻ്റെ ഡിസ്പ്ലേ എനിക്ക് സത്യത്തിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ആയിക്കൂടി ഒരു ഡ്രോബാക്ക് ഉള്ളത് ഇതിൻ്റെ ടെമ്പർ ഗ്ലാസ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. ആ ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ ഇതിന്. നമുക്ക് 1.5K റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. പിന്നെ ചെറിയൊരു കോൺ കണ്ടിരിക്കുന്നത് ഞാൻ 4Kയിൽ വരും വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ യൂട്യൂബിൽ മാത്രമല്ല കേട്ടോ ഈ പ്രശ്നം. ഈ 4Kയിൽ പ്ലേ ചെയ്യുമ്പോൾ ഒരു 10 to 15 സെക്കൻഡ്സ് ചെറുതായിട്ടൊന്ന് ലാഗായിരിക്കും. ആ ലാഗ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്മൂത്താവും. ഒരു 10 to 15 സെക്കൻഡ്സ് ചെറുതായിട്ടൊന്ന് ലാഗ് അടിക്കും. പക്ഷേ ഈ പ്രശ്നം സാംസങ് ഗാലക്സി S24 FEയിൽ ഇല്ല. 4Kയിൽ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ഫ്രം ദ ബിഗിനിങ് നല്ല സ്മൂത്തായിട്ടാവും വർക്ക് ചെയ്യുക. പിന്നെ നമ്മൾ മൂവീസോ സീരീസോ കാണുമ്പോൾ രണ്ട് ഫോണിൽ നല്ല വൈബ്രൻറ്റ് കളേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൾട്ടിമീഡിയ കൺസപ്ഷന് നല്ല ഫോണാണ് രണ്ടും ഫോണും. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് മോട്ടറോള എഡ്ജ് 60 Pro ആണ്. ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. പിന്നെ പ്രൊട്ടക്ഷൻ നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് സാംസങ് ഗാലക്സി S24 FEയിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിൻ്റെ പ്രൊട്ടക്ഷനാണ് കിട്ടുന്നത്. അറ്റ് ദ സെയിം ടൈം നമുക്ക് മോട്ടറോള എഡ്ജ് 60 Proയിൽ നമുക്ക് ഗൊറില്ല ഗ്ലാസ് 7i പ്രൊട്ടക്ഷനാണ് കിട്ടുന്നത്. പ്രൊട്ടക്ഷൻ വൈസ് നോക്കുകയാണെന്ന് വെച്ചാൽ സാംസങ് ഗാലക്സി S24 FEയിലത്തെ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിൻ്റെ പ്രൊട്ടക്ഷനാണ് കുറച്ചും കൂടി നല്ലത്. പിന്നെ സ്പീക്കർ വൈസ് നോക്കിയാലും നമുക്ക് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കറാണ് കിട്ടുന്നത് മോട്ടറോള എഡ്ജ് 60 Proയിൽ. ഇപ്പോൾ എൻ്റെ അടുത്ത് സാംസങ് ഗാലക്സി S24 FE എൻ്റെ അടുത്തില്ല. പക്ഷേ ഞാൻ സാംസങ് ഗാലക്സി S23 ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ഇവിടെ മോട്ടറോള എഡ്ജ് 60 Proൻ്റെ സ്പീക്കർ കുറച്ചും കൂടി ലൗഡാണ്. പക്ഷേ ക്വാളിറ്റി രണ്ടിലും നമുക്ക് ഡോൾബി അറ്റ്മോസിൻ്റെ സപ്പോർട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ സ്പീക്കർ ക്വാളിറ്റി സാംസങ് ഗാലക്സി S24 FE ആയിക്കോട്ടെ മോട്ടറോള എഡ്ജ് 60 Pro ആയിക്കോട്ടെ നല്ല സ്പീക്കർ ക്വാളിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത് നമുക്ക് പെർഫോമൻസിനെ പറ്റി നോക്കാം. പെർഫോമൻസ് വൈസ് നോക്കുകയാണെന്ന് വെച്ചാൽ ഇവിടെ സാംസങ് ആണ് കുറച്ചും കൂടി പവർഫുൾ കമ്പയർ ടു മോട്ടറോള. നമുക്ക് സാംസങ്ങിൽ കിട്ടുന്ന പ്രോസസ്സർ എക്സിനോസ് 2400E പ്രോസസ്സറാണ് കിട്ടുന്നത്. അറ്റ് ദ സെയിം ടൈം നമുക്ക് മോട്ടറോളയിൽ മീഡിയ ടെക്കിൻ്റെ ഡൈമെൻസിറ്റി 8350 എക്സ്ട്രീം പ്രോസസ്സറാണ് കിട്ടുന്നത്. അപ്പോൾ സ്കോർ ആൻറ്റുറ്റു സ്കോർ വെച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് മോട്ടറോളയിൽ 13,48,000 സംതിങ് ആണ് കിട്ടുന്നത്. അറ്റ് ദ സെയിം ടൈം നമുക്ക് സാംസങ്ങിൽ 15 lakhൻ്റെ അടുത്താണ് സ്കോർ കിട്ടുന്നത്. പക്ഷേ ഇവിടെ സ്റ്റേബിൾ പെർഫോമൻസ് നമുക്ക് മോട്ടറോളയിലാണ് കിട്ടുന്നത്. ബിക്കോസ്
എക്സിനോസ് 2400 പ്രോസസ്സർ കുറച്ച് നേരം നമ്മൾ ഹെവി ഗെയിംസോ കളിക്കുകയെന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് ചൂടാവും. അപ്പോൾ ആകുമ്പോൾ അവിടെ ത്രോട്ടിൽ അടിക്കാനും തുടങ്ങും. അപ്പോൾ നമുക്ക് സ്റ്റേബിൾ പെർഫോമൻസ് കിട്ടില്ല. സ്റ്റേബിൾ പെർഫോമൻസ് കിട്ടണമെങ്കിൽ നമുക്ക് മോട്ടോറോളയിലാവും കിട്ടുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ BGMI ഒക്കെ കളിക്കുകയെന്ന് വെച്ചാൽ നമുക്ക് സാംസങ് ഗാലക്സി S24 FEയിൽ 90 FPS കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ 10 അല്ലെങ്കിൽ 15 മിനിറ്റ് കഴിഞ്ഞാൽ അത് 60 FPS വരും. പക്ഷേ ഇപ്പോൾ മോട്ടോറോളയിൽ ഇപ്പോൾ 90 FPSൻ്റെ സപ്പോർട്ട് കൊടുത്തിട്ടില്ല. ഫ്യൂച്ചറിൽ കൊടുക്കും വിത്ത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്. ഇപ്പോൾ 60 FPS കളിക്കാൻ പറ്റുന്നത്. പക്ഷേ കോൾ ഓഫ് ഡ്യൂട്ടി ഒക്കെ നമുക്ക് 90 FPS സ്റ്റേബിളായിട്ട് കളിക്കാൻ പറ്റും മോട്ടോറോള Edge 60 Proയിൽ. പിന്നെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, നമ്മൾ കുറച്ച് ഹെവി ടാസ്കൊക്കെ ചെയ്യില്ലേ സാംസങ് ഗാലക്സി S24 FEയിൽ, ഇവിടെ ഫോൺ ചൂടാവാൻ തുടങ്ങും. അറ്റ് ദ സെയിം ടൈം നമ്മൾ മോട്ടോറോളയിൽ എത്ര പുഷ് ചെയ്താലും ഫോൺ അത്രയ്ക്ക് ചൂടാവില്ല. ചെറുതായിട്ട് വാമായി തോന്നുന്നല്ലാതെ അങ്ങനെ ചൂടാവില്ല. ആ ഒരു ഡിഫറൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഡേ ടു ഡേ ലൈഫിലത്തെ പെർഫോമൻസ് നോക്കാൻ വെച്ചാൽ ഫോർ എക്സാമ്പിൾ ക്യാമറ യൂസ് ചെയ്യാണ്, അതേമാതിരി നമ്മൾ സ്നാപ്ചാറ്റ് യൂസ് ചെയ്യണം, ട്വിറ്റർ യൂസ് ചെയ്യണം, ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസൊക്കെ അല്ലേ നമ്മൾ സാധാരണ യൂസ് ചെയ്യുക. ഇവിടെ ഒരു ലാഗും കാണാൻ കിട്ടില്ല. നല്ല സ്മൂത്തായിട്ടാണ് രണ്ട് ഫോണിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ മോട്ടോറോളയിൽ ചെറിയൊരു പ്രോബ്ലം ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാ ആപ്ലിക്കേഷനും നമുക്ക് സ്മൂത്തായിട്ട് ആപ്ലിക്കേഷനൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും. പക്ഷേ ക്യാമറ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ ഇടയ്ക്കൊന്ന് ലാഗ് അടിക്കുന്നുണ്ട്. ആ ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഓവറോൾ പെർഫോമൻസിനെ പറ്റി പറയാന്ന് വെച്ചാൽ ഇവിടെ മോട്ടോറോള Edge 60 Proൻ്റെ പെർഫോമൻസ് എനിക്ക് കുറച്ചുകൂടി സ്റ്റേബിളായിട്ട് തോന്നിയിട്ടുണ്ട്. കുറച്ചുകൂടി പവർഫുൾ എക്സിനോസ് 2400 പ്രോസസ്സറാണ്. പക്ഷേ ഇവിടെ എക്സിനോസിൻ്റെ പ്രോസസ്സറാണ്. സാംസങ് പറഞ്ഞിട്ടുണ്ട് ഇവർ ഈ പ്രോസസ്സർ നന്നായിട്ട് സ്റ്റേബിൾ ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷേ എനിക്ക് അത്ര വിശ്വാസം തോന്നുന്നില്ല. ബിക്കോസ് ഇപ്പോൾ തന്നെ ഫോൺ ചെറുതായിട്ടൊക്കെ ഹീറ്റ് അടിക്കാൻ തുടങ്ങുന്നുണ്ട്. പിന്നെ കുറച്ച് ഹീറ്റായി കഴിഞ്ഞാൽ ചെറുതായിട്ടൊക്കെ ലാഗ് അടിക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു 6 മാസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞാൽ 1.5 വർഷം കഴിഞ്ഞാൽ ഫോണിൻ്റെ സ്ഥിതി എങ്ങനെയാവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് ബേസ്ഡ് ഓൺ മൈ പ്രീവിയസ് എക്സ്പീരിയൻസ് എക്സിനോസിൻ്റെ കുറേ ഫോണുകൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. 1 വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞാൽ ഫോൺ നന്നായിട്ട് സ്ലോ ഡൗൺ ആവുന്നതായിരിക്കും. ഇപ്പോൾ അടുത്ത് ബാറ്ററി ലൈഫിനെ പറ്റി നോക്കാന്ന് വെച്ചാൽ S24 FEയിൽ നമുക്ക് 4700 mAhൻ്റെ ബാറ്ററിയാണ് കിട്ടുന്നത്. നമുക്ക് മോട്ടോറോളയിൽ സിലിക്കൺ കാർബൺ 6000 mAhൻ്റെ ബാറ്ററിയാണ് കിട്ടുന്നത്. ഇതിവിടെ എനിക്ക് പറയേണ്ട ആവശ്യമില്ല ഏതാണ് വിന്നർ, നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പം എൻ്റെ കസിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം. രാവിലെ ഒരു 6 മണിക്ക് അവൻ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ഒരു നോർമൽ യൂസറാണ്. ഗെയിംസ് ഒന്നും കളിക്കില്ല, അതൊക്കെ അധികം ക്യാമറ ഒന്നും യൂസ് ചെയ്യില്ല. ഇടയ്ക്കൊന്ന് ഇൻസ്റ്റഗ്രാം നോക്കും, പിന്നെ ഫേസ്ബുക്ക് നോക്കും, വാട്സാപ്പ് യൂസ് ചെയ്യും, കുറച്ച് കോൾസൊക്കെ വിളിക്കും. അങ്ങനത്തെ യൂസേജാണ് അവന്. അപ്പോൾ അവനൊരു രാത്രി 8 മണിയാൾക്ക് അവന് പിന്നെയും ചാർജ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഓൾമോസ്റ്റ് 1 ഡേയുടെ ബാറ്ററി ലൈഫ് കിട്ടും. അറ്റ് ദ സെയിം ടൈം മോട്ടോറോള Edge 60 Proയിൽ നിങ്ങളൊരു നോർമൽ യൂസറാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 1.5 ഡേയ്സിൻ്റെ ബാറ്ററി ലൈഫ് കിട്ടും. അത്രയും ഹെവി യൂസറാണ്, നന്നായിട്ട് ഗെയിംസോ കളിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസത്തെ ബാറ്ററി ലൈഫ് എന്തായാലും കിട്ടും. നല്ലൊരു ബാറ്ററി ബാക്കപ്പാണ് നമുക്ക് മോട്ടോറോള Edge 60 Proയിൽ കിട്ടുന്നത്. വേറെ ഒരു കാര്യം പറയാൻ മറന്നു, 2 ഫോണിലും നമുക്ക് വയർലെസ് ചാർജിങ് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ ചാർജിങ് സ്പീഡിനെ പറ്റി പറയാന്ന് വെച്ചാൽ സാംസങ് ഗാലക്സി S24 FEയിൽ നമുക്ക് 25 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ബോക്സിൽ ഒരു ചാർജറും നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ ചാർജർ മേടിക്കേണ്ടി വരും, ഇല്ലെങ്കിൽ ഉള്ള ചാർജർ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഫ്രം 0% to 100% ആവാം 1 hour 30 minutes പിടിക്കുന്നുണ്ട് സാംസങ് ഗാലക്സി S24 FEയിൽ. അറ്റ് ദ സെയിം ടൈം അതും 25 വാട്ടിൻ്റെ ചാർജർ വെച്ചിട്ട് യൂസ് ചെയ്യാൻ വെച്ചാൽ സാംസങ്ങിൻ്റെ, അല്ലാതെ വേറെ ഏതെങ്കിലും ചാർജർ വെച്ച് യൂസ് ചെയ്യാൻ വെച്ചാൽ 2 hours പിടിക്കും. അറ്റ് ദ സെയിം ടൈം മോട്ടോറോള Edge 60 Proയിൽ നമുക്ക് 90 വാട്ടിൻ്റെ ചാർജർ കിട്ടുന്നുണ്ട്. ബോക്സിൽ നമുക്കൊരു 50 to 55 minutesൻ്റെ ഉള്ളിൽ ഫ്രം 0 to 100 ഫുൾ ചാർജായി കിട്ടും. അപ്പോൾ ഇൻ ദ ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ചാർജിങ് ഡിപ്പാർട്ട്മെൻറ്റ് മോട്ടോറോള Edge 60 Pro ഇസ് ദ ക്ലിയർ വിന്നർ. ഇനി നമുക്ക് ക്യാമറേനെ പറ്റി നോക്കാം. സാംസങ് ഗാലക്സി S24 FEയിൽ നമുക്ക് 50 MP മെയിൻ ക്യാമറയാണ് കിട്ടുന്നത്. പിന്നെ 8 MP ടെലിഫോട്ടോ ലെൻസ്, പിന്നെ 12 MP അൾട്രാ വൈഡ് ക്യാമറ. ഫ്രണ്ടിൽ നോക്കുകയെന്ന് വെച്ചാൽ നമുക്ക് 10 MP ക്യാമറയാണ് കിട്ടുന്നത് സാംസങ് ഗാലക്സി S24 FEയിൽ. അതേ സമയത്ത് നമുക്ക് മോട്ടോറോള Edge 60 Proയിൽ 50 MP മെയിൻ ക്യാമറ, 10 MP ടെലിഫോട്ടോ ലെൻസ്, 50 MP അൾട്രാ വൈഡ് ക്യാമറ, പിന്നെ 50 MP ഫ്രണ്ട് ഫേസിങ് ക്യാമറ. അപ്പോൾ ഇതൊക്കെയാണ് സ്പെസിഫിക്കേഷൻസ്. 2 ഫോണിൽ ഫോട്ടോസ് എടുക്കുമ്പോൾ ഏതിലാണ് ക്വാളിറ്റി അധികം? ഇപ്പോൾ തൽക്കാലം എൻ്റെ അടുത്ത് S24 FE ഇല്ല, എൻ്റെ അടുത്ത് S23 ആണുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട് ക്വാളിറ്റി എന്ന് ഞാൻ പറയാം.
സാംസങ് ഗാലക്സി S23ലും മോട്ടറോള H60 Proയിലും ഞാൻ ഒരേ മാരത്തെ ഫോട്ടോസ് എടുത്തു നോക്കി. അപ്പോൾ എടുത്തു നോക്കിയപ്പോൾ എനിക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വെച്ചാൽ സാംസങ് കുറച്ചും കൂടി കോൺട്രാസ്റ്റി ആയ ഇമേജസാണ് എടുക്കുന്നത്. എന്നോട് ചോദിക്കുകയാണെന്ന് വെച്ചാൽ എനിക്ക് ചിലപ്പോൾ മോട്ടറോള H60 Proൻ്റെ ഫോട്ടോസാണ് ഇഷ്ടപ്പെടുന്നത്, ചിലപ്പോൾ S23യുടെ ഫോട്ടോസാണ് ഇഷ്ടപ്പെടുന്നത്. അതിപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ തന്നെ കാണിച്ചു തരാം. രണ്ട് ഫോണിലത്തെ ഫോട്ടോസ് ഞാൻ കമ്പയർ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത്, ഏത് കളർ സയൻസാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, അത് നിങ്ങൾ ചൂസ് ചെയ്യുക. നന്നായിട്ട് നോക്കുക ഈ ഫോട്ടോസ്, എന്നിട്ട് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ വീഡിയോ ക്വാളിറ്റീനെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ സാംസങ് ഗാലക്സി S24 FE ആവും വിന്നർ കമ്പയർ ടു മോട്ടറോള H60 Pro. മോട്ടറോള H60 Proൻ്റെ വീഡിയോ ക്വാളിറ്റി അത്രയും മോശമാണെന്നല്ല പറയണത്, പക്ഷേ കമ്പയർ ചെയ്യുമ്പോൾ സാംസങ് ഗാലക്സി S24 FEയുടെ വീഡിയോസാവും കുറച്ചുകൂടി സ്റ്റേബിൾ, കുറച്ചുകൂടി ഒരു പ്രൊഫഷണൽ ലുക്ക് നമുക്ക് തോന്നിക്കുക. അതേസമയത്ത് നമുക്ക് മോട്ടറോള H60 Proയിൽ നമുക്ക് പോർട്രേറ്റ് വീഡിയോസ് ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടണില്ല. അതേസമയത്ത് നമുക്ക് സാംസങ് ഗാലക്സി S24 FEയിൽ പോർട്രേറ്റ് വീഡിയോസ് ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു കണ്ടൻറ് ക്രിയേറ്ററൊക്കെ ആണെങ്കിൽ സാംസങ് ഗാലക്സി S24 FEയുടെ കൂടെ പോവായിരിക്കും നല്ലത്. മോട്ടറോള H60 Pro വെറും 30,000 വരുന്ന ഒരു ഫോണ് സാംസങ്ങിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണായിട്ട് കമ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതെനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും മോട്ടറോളയുടെ ക്യാമറാസ് ഇപ്പോൾ എന്തായാലും നന്നായിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ 30,000 നിങ്ങളൊരു നല്ലൊരു ക്യാമറ ഫോൺ മേടിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ മോട്ടറോള H60 Pro നിങ്ങളെ ഡിസപ്പോയിൻറ്റ് ചെയ്യില്ല. ഇനിയിപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിനെ പറ്റി പറയാന്ന് വെച്ചാൽ സാംസങ് ഗാലക്സി S24 FEയിൽ 7 years ഓഫ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റാണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നീ 6 years ഉള്ളൂ. ആൻഡ്രോയിഡ് 15 വന്നതോടുകൂടി നീ 6 years ഓഫ് മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റേ കിട്ടുള്ളൂ. അതേസമയത്ത് മോട്ടറോളയിൽ നമുക്ക് 3 years ഓഫ് മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റാണ് കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ പറയാന്ന് വെച്ചാൽ ഒരു സ്വീറ്റ് സ്പോട്ട് പറയാന്ന് വെച്ചാൽ ഒരു 4 years ഓഫ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആവും നല്ലത്. ബിക്കോസ് 4 വർഷത്തിൻ്റെ ഉള്ളിൽ എത്ര അഡ്വാൻസ്മെൻറ്റ് വരാൻ പോകുന്നുണ്ട്, ലൈക്ക് AI കുറേ അഡ്വാൻസ്മെൻറ്റ് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ പുതിയ അഡ്വാൻസ്മെൻറ്റൊക്കെ വരുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഉള്ള പ്രൊസസ്സറിന് അതൊന്നും താങ്ങില്ല. അപ്പോൾ പുതിയ ഫീച്ചേഴ്സൊന്നും നമുക്ക് കിട്ടില്ല. പിന്നെ ഞാൻ പറയാന്ന് വെച്ചാൽ സാംസങ് ഗാലക്സി S24 FE ഒരു 3 വർഷം കഴിഞ്ഞാൽ എന്തായാലും നന്നായിട്ട് ലാഗ് അടിക്കാൻ തുടങ്ങും. അതേമാതിരി ക്യാമറ ക്വാളിറ്റിയും കുറയും. ഇപ്പോൾ നമ്മുടെ സാംസങ് ഗാലക്സി S21 FEയുടെ കഥ കണ്ടില്ലേ? സാംസങ് ഗാലക്സി S21 FE ഇറങ്ങിയപ്പോൾ എന്തായിരുന്നു അതിൻ്റെ ക്യാമറ ക്വാളിറ്റി, എന്ത് സ്മൂത്തായിരുന്നു ഫോണ്. പക്ഷേ അവർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് തന്നിട്ട് അതിൻ്റെ ക്യാമറ ക്വാളിറ്റി ഡൗൺഗ്രേഡ് ആക്കി, അതിൻ്റെ ബാറ്ററി ലൈഫും ഭയങ്കരമായിട്ട് കുറഞ്ഞു, ഹീറ്റിംഗ് ഇഷ്യൂ വരാൻ തുടങ്ങി, അതേമാതിരി ഫോണ് നന്നായിട്ട് സ്ലോ ആവുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് അവർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് തന്നിട്ട് നമ്മൾ അവരുടെ പുതിയ ഫോൺ മേടിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് അവരുടെ പഴയ ഫോണുകൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് തന്നിട്ട് ഡൗൺഗ്രേഡ് ചെയ്യും. അപ്പോൾ എന്തായാലും 7 വർഷത്തിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നോക്കിയിട്ട് നിങ്ങൾ സാംസങ് ഗാലക്സി S24 FE ചൂസ് ചെയ്യേണ്ട. പിന്നെ സർവീസ് സെൻറ്ററിൽ എൻ്റെ S21 FE കൊടുത്തില്ലേ, അപ്പോൾ അവിടുത്തെ സർവീസ് ചെയ്യുന്ന ആൾ പറഞ്ഞത് ഫോൺ ചൂടാവണോണ്ടാണ്, പിന്നെ ഓട്ടോ അപ്ഡേറ്റ് ആവണോണ്ടാണ് സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ അടിച്ചു പോണത്, ലൈക്ക് ഗ്രീൻ ലൈൻ ഇഷ്യൂ ഒക്കെ വരുന്നത്. അപ്പോൾ സാംസങ്ങിൻ്റെ ഫോൺ ഇനിയൊട്ട് എനിക്ക് വിശ്വസിച്ച് മേടിക്കാൻ പറ്റുമോ എന്നറിയില്ല. എസ്പെഷ്യലി എക്സിനോസ് വേരിയൻറ്റ് എന്തായാലും അത്ര വാല്യൂ ഫോർ മണി അല്ല. ഒരു 3 വർഷമൊക്കെ കഴിഞ്ഞാൽ നന്നായിട്ട് ലാഗ് അടിക്കാൻ തുടങ്ങും. അതുകൊണ്ട് സാംസങ്ങിൻ്റെ ഫോൺ മേടിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ വേരിയൻറ്റുള്ള ഫോൺ മേടിക്കുക. എനിക്കറിയാം ഇതൊരു കംപ്ലീറ്റ് റിവ്യൂ അല്ല മോട്ടറോള H60 Proനെ പറ്റിയിട്ട്. ഇതിൻ്റെ കംപ്ലീറ്റായ റിവ്യൂ ഞാൻ ഉണ്ടാക്കുന്നതായിരിക്കും. കുറച്ചും കൂടി എനിക്ക് നന്നായിട്ടൊന്ന് ഫോൺ യൂസ് ചെയ്യണം, എന്നിട്ടാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇത് എന്തുകൊണ്ടാണ് ഞാൻ S24 FE മേടിക്കാതെ മോട്ടറോള H60 Pro മേടിച്ചത്, അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. അപ്പോൾ ഇതായിരുന്നു ചെറിയൊരു വീഡിയോ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ മാത്രം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്